നമ്മൾ പൊതുവേ പറയുന്നത് ക്യാബേജ്, കോളിഫ്ലവർ ഒന്നും തൈറോയിഡിന് നല്ലതല്ല എന്നല്ലേ. പക്ഷേ അങ്ങനല്ല. നമ്മുടെ കണ്ടക്സ്റ്റിൽ ആ പറയുന്നതിന് വലിയ വാല്യൂ ഒന്നും ഇല്ല എന്നുള്ളതാണ് സത്യം. ഓക്കെ, തൈറോയിഡ് ഉണ്ടെങ്കിൽ അല്ലെങ്കിൽ തൈറോയിഡിന് പ്രശ്നമാകും എന്ന് നമ്മൾ ഫ്യൂച്ചറിൽ പറയുന്നത് സാധാരണയായിട്ട് ക്യാബേജ്, കോളിഫ്ലവർ അതുപോലത്തെ ക്രൂസിഫറസ് ആയിട്ടുള്ള വെജിറ്റബിൾസിന് നമ്മൾ പൊതുവേ അങ്ങനെ പറയാറുണ്ട്. പക്ഷേ അത് അല്ല സത്യം എന്നുള്ളത് വളരെ പ്രധാനമാണ്. അപ്പോൾ ചില ഭക്ഷണങ്ങൾ നമ്മൾ കഴിക്കരുതാത്തത് കഴിക്കുകയും ചെയ്യുന്നുണ്ട്, എന്നാൽ കഴിക്കണം എന്നുള്ളത് കഴിക്കുകയും ചെയ്യുന്നില്ല. അതായത് നമുക്ക് വേറെ ദോഷമൊന്നും ഇല്ലാത്തത് നമ്മൾ കഴിക്കുന്നില്ല, അതിനകത്ത് വേറെ പല ഗുണങ്ങളുമുണ്ട്. അപ്പോൾ അത് ഏതൊക്കെയാണെന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് ഈ വീഡിയോയിൽ നോക്കാവുന്നതാണ്. അത് സത്യമാണ്. എങ്ങനെയാണെന്ന് പറയട്ടെ. ക്യാബേജ്, കോളിഫ്ലവറൊക്കെ റോ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, പച്ചയ്ക്ക് കഴിച്ചു കഴിഞ്ഞാൽ തൈറോയിഡുള്ള ആൾക്കാർക്ക് അത് പ്രശ്നം കൂടാനൊക്കെയുള്ള സാധ്യതകൾ ഉണ്ട്. പക്ഷെ അത് കുക്ക് ചെയ്ത് കഴിച്ചാൽ അങ്ങനെ ഒരു സാധ്യത വളരെയധികം കുറയുന്നതായിട്ട് കാണുന്നുണ്ട്. പക്ഷെ പല ആൾക്കാരും ഇപ്പോഴേ ചെയ്യുന്നത് വെച്ചാൽ അത് കുക്ക് ചെയ്ത് കഴിക്കുന്നു. എസ്പെഷ്യലി നമ്മുടെ ആ ഒരു ഏരിയയിൽ നമ്മളെങ്ങനെയാണ് ചെയ്യുന്നത്, നമ്മൾ പച്ചയ്ക്ക് അങ്ങനെ അധികം കഴിക്കാറില്ല അല്ലേ. നമ്മൾ കുക്ക് ചെയ്ത് കഴിക്കുന്നത്, അതിനെ തോരൻ വയ്ക്കും അല്ലേ, അല്ലെങ്കിൽ അതിനെ കറിയാക്കും, അങ്ങനെയാണ് കഴിക്കുന്നത്. റോ ആയിട്ട് കഴിക്കുന്നത് വളരെ വളരെ കുറവാണ്, ചുരുക്കമാണ് അല്ലേ. അങ്ങനെ വരുമ്പം നമുക്ക് ക്യാബേജ്, കോളിഫ്ലവർ ഒന്നും തൈറോയിഡിന് വലിയ പ്രശ്നമാകുന്നില്ല. ഈവൻ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആൾക്കാർക്ക് പോലും ഇത് വലിയ പ്രശ്നം ഉണ്ടാക്കുന്നതായിട്ട് കാണിക്കുന്നില്ല. പക്ഷേ ഇതിനെക്കാട്ടി പ്രശ്നമുള്ള വേറൊരു സാധനമുണ്ട്. നമ്മൾ സൂപ്പർ ഫുഡായിട്ട് കരുതുന്ന നമ്മുടെ സ്വന്തം മില്ലറ്റ്സ്. ഓക്കെ, മില്ലറ്റ്സിലെ എസ്പെഷ്യലി പേൾ മില്ലറ്റ്, അതുപോലെ തന്നെ റാഗി എന്ന് പറഞ്ഞാൽ നമ്മൾ 3 നേരമൊക്കെ റാഗി വെച്ച് കഴിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഈ കഴിക്കുന്ന ക്യാബേജിനെക്കാട്ടിലും കോളിഫ്ലവറിനെക്കാട്ടും കൂടുതൽ കാർസിനോജൻ അല്ല, ഗോയിട്രോജൻ ഈ മില്ലറ്റ്സിനകത്തുണ്ട്. ഓക്കെ, അപ്പോൾ പ്രോപ്പറായിട്ട് കുക്ക് ചെയ്യാതെ നമ്മൾ കഴിക്കുന്ന ഒരു കോളിഫ്ലവറിനോ ക്യാബേജിനെക്കാട്ടി കൂടുതലായിട്ട് നമ്മൾ കഴിക്കുന്ന റാഗിക്കകത്ത് ഉണ്ടെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. ഓക്കെ, നമ്മൾ കൂടുതലായിട്ടും ഡയബറ്റീസിനെയൊക്കെ കൺട്രോൾ ചെയ്യാനായിട്ട് നമ്മൾ പലപ്പോഴും റാഗിയിലോട്ട് നമ്മൾ വരാറുണ്ട് അല്ലേ, ഷിഫ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷേ റാഗി അങ്ങനെ ഒരു സൂപ്പർ ഫുഡ് ആണെങ്കിൽ പോലും അതിന് ഇങ്ങനൊരു പ്രശ്നമുണ്ട്. അത് ഗോയിട്രോജൻ അതിനകത്ത് ഉണ്ടെന്നുള്ള കാര്യം മറക്കാതിരിക്കുക. പിന്നെ വേറെ ചില ഫുഡ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സോയാബീൻ. ഓക്കെ, സോയാബീൻ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചുകൊണ്ടിരിക്കുന്ന പ്രശ്നമാണ്. എസ്പെഷ്യലി വെജിറ്റേറിയൻസ് അല്ലെങ്കിൽ പ്രോട്ടീൻ വലിയ സോഴ്സ് ഉണ്ടെന്ന് കരുതി നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ ഗോയിട്രോജൻസിൻ്റെ പ്രശ്നമുണ്ട്. ഓക്കെ, ഗോയിട്രോജൻസ് എന്ന് പറയുമ്പോൾ അത് ഈ സോയയുടെ ഏത് പ്രോഡക്റ്റിലും, ഇപ്പോൾ സോയ മിൽക്ക് എടുത്തു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ പനീർ പോലത്തെ ടോഫു, സോയയിൽ നിന്ന് എടുക്കുന്ന ടോഫു, ഇതിനൊക്കെ ഈ ഒരു ഗോയിട്രോജൻസിൻ്റെ പ്രസൻസ് കൂടുതലായിട്ടുണ്ട്. പല ആൾക്കാർ ഉപയോഗിക്കുന്നതാണ് ഹിമാലയൻ സോൾട്ട്, റോക്ക് സോൾട്ട് കാര്യങ്ങളൊക്കെ. പക്ഷേ ഇതിനകത്ത് അയോഡൈസ്ഡ് ആയിട്ട് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. അത് ഈ പൊടിയുപ്പിലാണ് സാധാരണ അയോഡൈസ്ഡ് ആയിട്ട് വരുന്നത്. അത് അയഡിൻ്റെ കണ്ടൻറ്റ് നമ്മുടെ ശരീരത്തിനകത്ത് കുറഞ്ഞാൽ തൈറോയിഡ് ഫങ്ഷൻ കുറയും. അല്ലെങ്കിൽ അയഡിൻ്റെ ഫങ്ഷൻ പ്രോപ്പറായിട്ട് നടക്കാതെ വന്നു കഴിഞ്ഞാൽ, അയഡിനുമായിട്ട് ബൈൻഡ് ചെയ്യേണ്ട എൻസൈംസ് ബൈൻഡ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഈ പ്രശ്നം വരും. അപ്പോൾ ഇതിനെയൊക്കെ ഈ ഒരു ബ്രേക്ക് ചെയ്യുന്നൊരു കാര്യമാണ് ഈ ഗോയിട്രോജൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ. അത് ഈ ക്യാബേജിനകത്ത്, കോളിഫ്ലവറിനകത്ത് റോ ആയിട്ട് കഴിച്ചു കഴിഞ്ഞാൽ, അതുപോലെ തന്നെ റാഗിക്കകത്തുണ്ട്. അതുപോലെ തന്നെ സോയ മിൽക്ക്, ടോഫു പോലത്തെ സോയാബീൻസിലും ഉണ്ട്. അപ്പോൾ അയഡിനെ കഴിച്ചില്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ? അത് പ്രശ്നമാണ്. അപ്പോൾ അതിൻ്റെ ഒരു കുറവ് മറികടക്കാനായിട്ട് അയഡൈസ്ഡ് ആയിട്ടുള്ള സോൾട്ട് തീർച്ചയായിട്ടും കഴിക്കേണ്ടതാണ്. അപ്പോൾ നമ്മളിവിടെ കൊണ്ടുപോകേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ബാലൻസിലായിട്ട് എല്ലാ ഭക്ഷണങ്ങളും കുറേശ്ശായിട്ട് ഉൾപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പോൾ ക്യാബേജ്, കോളിഫ്ലവർ കഴിച്ചുകൊണ്ട് വലിയ പ്രശ്നമൊന്നുമില്ല, അതിനെ കുക്ക് ചെയ്ത് കഴിക്കണമെന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ ഹൈപ്പോ തൈറോയിഡിസം ഉള്ള ആൾക്കാർക്ക് ആണെങ്കിൽ പോലും നമ്മളിങ്ങനെ കഴിച്ചതെന്ന് വെച്ചാൽ വലിയ പ്രശ്നങ്ങളൊന്നും ഇല്ല എന്നുള്ളതാണ് പഠനങ്ങൾ കാണിക്കുന്നത്. പിന്നെ ഇത് കൂടാതെ ചില കാര്യങ്ങളുണ്ട് കേട്ടോ. അതായത് തൈറോയിഡ് വരാനായിട്ട് ഈ ഭക്ഷണം മാത്രമല്ല. ഓക്കെ, അതിനകത്ത് ക്രോണിക് ആയിട്ടുള്ള സ്ട്രെസ് ഫാക്ടർ ഉണ്ട്, ഓട്ടോ ഇമ്മ്യൂൺ ആയിട്ടുള്ള ട്രിഗർ ഉണ്ടാക്കുന്ന ചില ഫാക്ടേഴ്സ് ഉണ്ട്, ഹാഷിമോട്ടോ തൈറോയിഡ് പോലത്തെ ഇഷ്യൂസ് ഉണ്ട്. പൊണ്ണത്തടി, അമിതവണ്ണം ഒരു വലിയൊരു ഫാക്ടറാണ്. കാരണം തൈറോയിഡിന് പ്രോപ്പറായിട്ട് ഫങ്ഷൻ ചെയ്യാനുള്ളൊരു സ്റ്റിമുലസ് കിട്ടാത്തൊരവസ്ഥ. പിന്നെ വേറെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഉറക്കക്കുറവ്. ഓക്കെ, അത് വർക്ക് സ്ട്രെസ് കൊണ്ടായിരിക്കാം, വേറെ എന്തെങ്കിലും ആലോചന കൊണ്ടായിരിക്കാം, മൊബൈൽ കണ്ടിന്യൂസ് ആയിട്ട് നോക്കിക്കൊണ്ടിരിക്കുന്നതുകൊണ്ടായിരിക്കാം, ജോലിയുടെ ഭാരം കൊണ്ടായിരിക്കാം. എന്തുകൊണ്ടാണെങ്കിലും സ്ലീപ്പ് ഡിപ്രിവേഷൻ എന്ന് പറഞ്ഞാൽ അതൊരു റിയൽ പ്രോബ്ലമാണ്. അത് തൈറോയ്ഡ് മാത്രമല്ല, വേറെ പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നുണ്ട്. പക്ഷേ തൈറോയിഡിനകത്ത് പ്രശ്നങ്ങൾ ഉണ്ടാക്കാനും ഇതിന് ഒരു കപ്പാസിറ്റി ഉണ്ട്, ഉറക്കത്തിൻ്റെ ഒരു പ്രശ്നം. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ ഈ ഒരു വീഡിയോയിൽ കൂടെ നമ്മൾ നോക്കുന്നത് ഏതൊക്കെ ഭക്ഷണങ്ങൾ
നമുക്ക് പ്രോപ്പറായിട്ട് കഴിക്കണം എന്നുള്ളതും, അതുപോലെ തന്നെ ഏതൊക്കെ നമ്മൾ നല്ലതാണെന്ന് കരുതുന്ന പല ഭക്ഷണങ്ങളും ഒരുപക്ഷെ തൈറോയിഡിന് നെഗറ്റീവായിട്ട് ഇമ്പാക്റ്റ് ചെയ്തേക്കാം എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ ഈ വീഡിയോയിൽ നോക്കിയത്. ഇതിനകത്ത് പല സൊല്യൂഷൻസ് ഉണ്ട്. നമുക്ക് ഡയറ്റ് കറക്ഷൻ അല്ലാതെ തീർച്ചയായിട്ടും നാച്ചുറലായിട്ട് നമുക്ക് തൈറോയ്ഡ് ഉണ്ടെങ്കിൽ ആ ഒരു പ്രശ്നത്തിനെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഹോമിയോപ്പതി തീർച്ചയായിട്ടും ഇതിന് നാച്ചുറലായിട്ടുള്ളൊരു സൊല്യൂഷൻ തരുന്നുണ്ട്. നമ്മൾ തൈറോയ്ഡ് ഹൈപ്പോതൈറോയിഡിസം ആണെങ്കിലും ഹൈപ്പർ തൈറോയിഡിസം ആണെങ്കിലും നല്ല മെഡിസിൻസ് ഹോമിയോപ്പതിയിൽ അവൈലബിൾ ആണ്. അടുത്തുള്ള ഡോക്ടറെ ബന്ധപ്പെട്ടിട്ട് തീർച്ചയായിട്ടും നിങ്ങളുടെ പ്രശ്നം ഡിസ്കസ് ചെയ്യുക. ഇതിന് തീർച്ചയായിട്ടും പല മെഡിസിൻസ് ഉണ്ട്. നാട്രോമ്യൂറോ, കാൽക്യറി കാർബ്, ലൈക്കോപോഡിയം, തൈറോയിഡിന് 3X, കാൽക്യറി ഫ്ലൂർ, അതുപോലത്തെ മെഡിസിൻസൊക്കെ ഹയറും ലോവറും പൊട്ടൻസി ആയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. പക്ഷേ ഓരോരുത്തരുടെയും കോൺസ്റ്റിറ്റ്യൂഷൻ അനുസരിച്ച് ഇതിന് വ്യത്യാസവുമുണ്ട്. തീർച്ചയായിട്ടും അടുത്തുള്ള ഡോക്ടറെ ബന്ധപ്പെട്ടിട്ട് നമ്മൾ മെഡിസിൻ എടുക്കുക. ഇത്രയും പെട്ടെന്ന് വളരെ വലിയ മാറ്റങ്ങൾ തീർച്ചയായിട്ടും നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ, അനുഭവങ്ങൾ തീർച്ചയായും നിങ്ങൾ താഴെ കമൻസിൽ മെൻഷൻ ചെയ്യുക. നമുക്ക് ഒരുമിച്ച് ഇതെല്ലാം ഡിസ്കസ് ചെയ്തുകൊണ്ട് മുന്നേറാം. സോ സ്റ്റേ ഹെൽത്തി, സ്റ്റേ ഹാപ്പി. ഏവർക്കും നല്ലൊരു ശുഭം നേരുന്നു. താങ്ക് യു.